രാവിലെ തന്നെ ചെറിയ അടുക്കിപ്പെറുക്കലുകളാണ് കേട്ടോ. രാവിലെ കാപ്പിയുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എന്നാൽ റൂമൊന്ന് വൃത്തിയാക്കിയേക്കാമെന്ന്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെയ്യുന്നതാണ്. എന്നാലും ഫോട്ടോയിലൊക്കെ അപ്പടി പൊടിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി കർട്ടൻസ് അങ്ങനത്തെ ഭാഗങ്ങളൊക്കെ പിന്നെ മാറാലയൊക്കെ ഉണ്ടായിരുന്നതൊക്കെ എടുത്തു. നമ്മുടെ സ്റ്റാൻഡൊക്കെ ക്ലിയറാക്കി ഒന്നുമില്ല അതിലിപ്പം. ഇനിയിപ്പോൾ ഇപ്പം തന്നെ ഇടണം. പക്ഷെ എന്നാലും എല്ലാം ഒന്ന് വൃത്തിയാക്കി കേട്ടോ. അതങ്ങട് കഴിഞ്ഞപ്പോഴേക്കും നനു നിവി ഉറക്കമായിട്ടോ. അപ്പോൾ കാര്യങ്ങൾ ഇനി കുറച്ചുകൂടെ എളുപ്പമാണ്. ഈ ഒരു ജനലിന് കർട്ടൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിൽ പോയപ്പോൾ അമ്മേനെ കൊണ്ട് ഒരു കർട്ടനൊക്കെ അടുപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ഇതൊന്ന് സെറ്റാക്കി വെക്കണം. പിന്നെ അടുത്ത പണിയെന്ന് പറയുന്നത് ഈ കണ്ണാടിയൊക്കെ ഒന്ന് വൃത്തിയാക്കണം കേട്ടോ. നമ്മൾ വീഡിയോ എടുക്കുമ്പോഴാണ് ഇത് പ്രോപ്പറായിട്ട് കാണാൻ പറ്റുന്നത് എത്ര മാത്രമായിട്ട് ഇരിക്കണേന്നുള്ളത്. നോർമലി നേരെ നോക്കുമ്പോൾ അത്ര തോന്നില്ല കേട്ടോ. പക്ഷേ വീഡിയോയിൽ വരുമ്പോൾ നന്നായിട്ട് അറിയാൻ പറ്റും. ഞാൻ മീഷോയിൽ നിന്ന് കുറച്ച് കാലം മുമ്പ് വോളിൽ ഒട്ടിക്കാൻ വേണ്ടി ഒരു ഡെക്കോർ ഐറ്റം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അതിൻ്റെ ബാക്കിൽ തന്നെ സ്റ്റിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അത് നന്നായിട്ട് ഒട്ടുന്നില്ലായിരുന്നു. ഈ പശ വെച്ച് ഞാൻ അങ്ങോട്ട് ഒട്ടിച്ചിപ്പോൾ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. തടി വരെ ഒട്ടും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇനി കണ്ണാടി ക്ലീനിങ് പരിപാടിയിലേക്ക് കിടക്കാം. ഓക്കെ, അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരുവിധം വൃത്തിയായിട്ടുണ്ട്. പിന്നെ ഇത് ഫുൾ ഇങ്ങനെ പെയിൻറ്റ് വീണിരിക്കുന്നതാണ് കേട്ടോ. ഈ മുറി പെയിൻ്റ് അടിച്ച സമയത്ത് വീണിട്ടുള്ളതാണ്. നമ്മുടെ അലമാരി കൂടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ജസ്റ്റ് നമ്മുടെ റിമൂവറില്ലേ, നോർമൽ നെയിൽ പോളിഷ് റിമൂവർ, അത് വെച്ചൊന്ന് വലിച്ചപ്പോൾ അത് സെറ്റായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കി അത് ചെയ്യാനുള്ളതാണ് എനിക്ക്. അപ്പോൾ അതിൽ കൂട്ടത്തിൽ പിന്നെ ജസ്റ്റ് പെട്ടെന്ന് തറയൊക്കെ തുടച്ചു. പിന്നെ അപ്പോഴേക്കും തുണികളൊക്കെ ഉണങ്ങി കിട്ടി. പിന്നെ അതൊക്കെ പിറകി കൊണ്ടുവന്നു. അതിനിവിടെ കിടക്കട്ടെ, സമയമുള്ള പോലെ ചെയ്യാം. പിന്നെ പിള്ളേരുടെ വണ്ടി ഡെയിലി ഉപയോഗിച്ച് ഫുൾ അഴുക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് ഒന്ന് കഴുകി. വലിയ ഡീപ്പായിട്ടില്ല. അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ വെള്ളം പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയില്ല. അതുകൊണ്ട് ഒന്ന് പുറമേ ഒന്ന് കഴുകി. ഞാൻ ഈ കട്ടിലിൻ്റെ മേലെ നിന്ന് എന്താ ചെയ്യുന്നതെന്നല്ലേ, ഇതാ കാണിച്ചു തരാം. ഇത് നമ്മുടെ എൻ്റെ വീട്ടിലെ ഭിത്തിയിൽ ഒട്ടിച്ച് വെച്ചിരുന്നതായിരുന്നു കേട്ടോ. അതെൻ്റെ പഴയ വീഡിയോസ് കണ്ടാൽ അറിയാം. പക്ഷേ അതിപ്പോൾ ഇവർക്ക് കൈ എത്തും പറിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഓരോന്നോരോന്ന് പറിച്ചെടുത്തപ്പോൾ ഞാനത് അവിടെ നിന്നെല്ലാം പറിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഒട്ടിച്ചു കേട്ടോ. അങ്ങനെ ഇന്നത്തെ അലക്കുൽ തുണികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഉറങ്ങാൻ വന്നിടക്കുന്ന സീനാണ് ഈ കാണുന്നത്. ഉറങ്ങുന്ന വരെ എന്തെങ്കിലുമൊക്കെ വർത്തമാനമൊക്കെ പറഞ്ഞ് ഫോണൊക്കെ നോക്കി ഇങ്ങനെ എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടാവും. ഉറങ്ങാൻ നേരത്ത് രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് കിടക്കണത്. നോർമലി അങ്ങനെ കൊണ്ട് നടന്ന് ഉറക്കാറില്ല കേട്ടോ. തനിയെ കിടന്ന് ഉറങ്ങുക തന്നെയാണ് ചെയ്യണത്. നമ്മൾ അടുത്തുണ്ടായാൽ മതി. എന്നാൽ പിന്നെ ടാറ്റ ബൈ ബൈ, ഞങ്ങൾ പോയി ഉറങ്ങട്ടെ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.